ഹായ് ഫ്രണ്ട്സ്, ഹാപ്പി ന്യൂ ഇയർ. ഇതൊരു ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ വിശേഷങ്ങളായിട്ടാണ്. ഇതെൻ്റെ അനിയത്തിയുടെ മോക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ആലിസ മറിയം കേട്ടോ. അപ്പം ബട്ടർ സ്കോച്ച് കേക്കാണ്. 2 കേക്കിൻ്റെ ഡിസൈൻ തന്നിട്ടാണ്. അതെല്ലാം കൂടെ വെച്ചിട്ട് ഒറ്റ കേക്കിലാക്കണം കേട്ടോ. ഒരു കേക്കിൻ്റെ കളറ്, വേറൊരു കേക്കിൻ്റെ ഡിസൈന്, അങ്ങനെയാണ്. അവളെപ്പോഴും അങ്ങനെ കേട്ടോ. 2-3 കേക്കിന് കൊണ്ടുവന്നിട്ട് അതിൽ നിന്ന് എല്ലാം കൂടെ ഇത് അങ്ങനെ പറക്കിച്ച് എല്ലാം കൂടെ ഒറ്റ കേക്കിൽ കേട്ടോ. അപ്പോൾ അത് ഞാൻ എപ്പോഴും കളിയാക്കി പറയാറുമുണ്ട്. അതുമാത്രമല്ല, എല്ലാം ലാസ്റ്റ് നിമിഷമേ ചെയ്യത്തുള്ളൂ കേട്ടോ. മോളുടെ ബർത്ത്ഡേ ഡിസംബർ 29ആണ്. അപ്പോൾ നമുക്കറിയാം 29ആണ്. പക്ഷേ എത്രയായാലും അവളൊരു 27-26 ആകുമ്പോഴേ കൺഫേം ആക്കത്തുള്ളൂ കേട്ടോ. അതാണ്. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങളെ. അപ്പം വന്നിട്ട് 4 കപ്പ് കേക്കുമാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഇത് എത്ര കിലോ കേക്കാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മൾ കേക്കൊക്കെ തയ്യാറാക്കി അത് കഴിഞ്ഞിട്ട് സോസ് ഉണ്ടാക്കി. സോസാണ് അതിൻ്റെ അടിപൊളി കേട്ടോ. നല്ല അടിപൊളി കാരമൽ സോസ്. അത് കഴിഞ്ഞിട്ട് പ്രളയനം ഉണ്ടാക്കി. അതിനകത്ത് നമ്മളെ ബദാമും ക്യാഷ്യൂവും കപ്പലണ്ടിയും, ഒരു പിടി കപ്പലണ്ടി ചേർക്കണം കേട്ടോ. കപ്പലണ്ടി ചേർക്കുമ്പോഴാണ് കറക്റ്റ് ആ ബട്ടർ സ്കോച്ചിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. അങ്ങനെ ഇത് 3ഉം കൂടെ വെച്ചിട്ടാണ് നമ്മൾ പ്രളയനം ഉണ്ടാക്കി. എന്നിട്ട് അതിനെ നന്നായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷമാണ് ഫില്ലിങ്സ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫില്ലിങ്സ് കൊടുക്കുന്നത് ഈ സോസ്, ബട്ടർ സ്കോച്ചിൻ്റെ സോസും പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡും പിന്നെ ഈ പ്രളയനവും കൂടെയാണ് കേട്ടോ. അതായത് നമ്മുടെ കപ്പലണ്ടിയും ബദാമും കാഷ്യൂവും കൂടെ റോസ്റ്റ് ചെയ്ത് അത് കാരമൽ ചെയ്തിട്ട് അതിനകത്ത് അത് പൊടിച്ചെടുത്തതാണ്. ഇത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ 6 ലെയറുണ്ടേ. നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ ഇത് എത്ര കിലോ കേക്കാണെന്ന്. അങ്ങനെ ഇത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ 5 ലെയറിലും കൊടുത്തത്. അത് കഴിഞ്ഞ് ക്രം കോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഡാർക്ക് പിങ്കാണ് കേട്ടോ കളർ വന്നിട്ട്. പിന്നെ കുറച്ച് നേരം ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഫൈനൽ കോട്ട് കൊടുത്തത്. അത് നല്ല ഡാർക്ക് ഡീപ്പായിട്ടുള്ള പിങ്കായിരുന്നു. അത് കുറച്ച് കളർ കൊടുത്തിട്ട് നമ്മൾ പിന്നെ ഫൈനൽ കോട്ട് ചെയ്ത് കേട്ടോ. എന്നിട്ട് യൂണിക്കോണും കുറച്ച് ടോപ്പറും പിന്നെ എല്ലാം കുറച്ച് ഫോണ്ടൻറ്റിൻ്റെ സ്റ്റാറും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴും ഞാനിത് ചെയ്ത ഉടനെ തന്നെ ഞാൻ വോയിസ് ഓവർ കൊടുത്ത് വെക്കുകയാണ്. ഇനി വേണം പോയി പ്രിൻ്റൊക്കെ എടുത്തുകൊണ്ട് വരാൻ. അപ്പോഴത്തേക്ക് ഇത് 29 രാവിലെയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ചെയ്ത ഉടനെ തന്നെ നമ്മൾ വോയിസ് ഓവറൊക്കെ കൊടുത്ത് വെച്ചേക്കുകയാണ്. ഇതിനി എന്നാണ് പോസ്റ്റ് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല കേട്ടോ. അപ്പോഴത്തേക്ക് ബാക്കി വിശേഷങ്ങൾ അത് കഴിഞ്ഞിട്ട് പറയാവേ. സ്റ്റോറേജ് ഇഷ്യൂസ് കാരണം നമുക്ക് ഇങ്ങനെ വീഡിയോ ഒന്നും ഒരുപാട് ഇതിനകത്ത് എടുത്തിടാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോഴത്തേക്ക് പിന്നെ അപ്പോഴപ്പോഴും എഡിറ്റ് ചെയ്ത് വോയിസൊക്കെ കൊടുത്തിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പ്രിൻ്റൊക്കെ എടുത്തും കൊണ്ട് വന്ന് കട്ട് ചെയ്തൊക്കെ വെച്ച് കേട്ടോ. അങ്ങനെ പിന്നെ തിരക്കായിപ്പോയി, പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ എൻ്റെ ഓവൺ ഏതാണെന്ന് എല്ലാവരും വന്നിട്ട് മെസ്സഞ്ചറിൽ കമൻറ്റ് ഇട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ഹാവൽസിൻ്റെ 66 ലിറ്ററിൻ്റെ ഓവണാണേ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ, നല്ലൊരു വർഷം ആശംസിക്കുന്നു.